ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു Anistechfactory. ഇന്ന് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ നമുക്കൊരു പിസ്സ സോസ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 5 തക്കാളി നല്ലതുപോലെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. 4 വറ്റൽമുളക്, എരിവ് കുറവ് മതി എന്നുള്ളവർക്ക് കാശ്മീരി മുളക് എടുക്കാം. 3 വെളുത്തുള്ളി അല്ലി, ഒരു സ്മോൾ സൈസ് സവാള, ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് തക്കാളി ഒന്ന് ബ്ലാഞ്ച് ചെയ്തെടുക്കണം. അതായത് തക്കാളി 2 നിമിഷം കുക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അതിനായിട്ട് തക്കാളിയുടെ ഞെട്ട് ഭാഗമൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം മുകൾ ഭാഗം ഇങ്ങനെ എക്സ് പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് പീൽ ചെയ്യുന്നതിന് വളരെ ഈസി ആയിരിക്കും, അതിനാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള തക്കാളി കൂടി നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. ഇനി സ്റ്റൗ ഓണാക്കി പാനിൽ 1 കപ്പ് വെള്ളമൊഴിച്ച് ചൂടാകുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. വെള്ളം ചൂടാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ഓരോന്നായി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള, ഞാനിത് സ്ക്വയറായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒത്തിരി ചെറുതാക്കണ്ട, ഒരു മീഡിയം സൈസ്. വെളുത്തുള്ളി, പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റായി. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തക്കാളിയുടെ സ്കിന്നെല്ലാം നല്ല ലൂസായി കിട്ടിയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതെല്ലാം ഓരോന്നായി ഒരു ബൗളിലേക്ക് എടുത്തു മാറ്റാം. ഈ വെള്ളം സോസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമില്ല, എന്നാൽ ഇത് നമുക്ക് രസം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. കുക്ക് ചെയ്തെടുത്ത തക്കാളി, സവാള, മുളക്, വെളുത്തുള്ളി ഇതെല്ലാം നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം തക്കാളിയുടെ സ്കിന്നെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം. ഇങ്ങനെ ഹാഫ് കുക്ക് ചെയ്യുന്നത് കൊണ്ട് തക്കാളി പീൽ ചെയ്യാൻ ഈസിയാണ്. കൂടാതെ മുളകരയ്ക്കുമ്പോൾ തരിയില്ലാതെ നല്ല പേസ്റ്റായി കിട്ടുകയും ചെയ്യും. തക്കാളിയുടെ സ്കിന്നെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത്, ആദ്യം മുളകിൻ്റെ ഞെട്ട് കളഞ്ഞെടുത്തതിന് ശേഷം ഇത് 3 സവാളയും വെളുത്തുള്ളിയും മുളകും കൂടി നന്നായിട്ട് മിക്സി ജാറിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എരിവ് കുറവ് മതി എന്നുള്ളവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ കാശ്മീരി മുളക് ചേർക്കാം, അല്ലെങ്കിൽ ഈ മുളകിൻ്റെ തന്നെ വിതകളെ എടുത്തു മാറ്റിയിട്ട് ബ്ലെൻഡ് ചെയ്താലും മതി. ഇപ്പോൾ മുളകും സവാളയും നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തക്കാളി കൂടി ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റാക്കി എടുക്കണം. അങ്ങനെ തക്കാളിയും നമ്മൾ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സോസ് ചെയ്യാൻ ആരംഭിക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതും 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഓയിൽ ചൂടായതും നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് തിക്കാകുന്നത് വരെ കുക്ക് ചെയ്യണം. അധികം തിക്കാകാനും പാടില്ല, എന്നാൽ അധികം ലൂസാകാനും പാടില്ല. ഇതിപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. വെള്ളം വറ്റി ഒരു തിക്ക് പരുവത്തിലാകുന്നതിന് 2 മിനിറ്റ് സമയമെടുക്കും. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സോസ് തിക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിനും കേടുകൂടാതിരിക്കുന്നതിനും വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വിനീഗർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിപ്പ് ബാലൻസ് ചെയ്യുന്നതിന് 2 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സോസ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അവസാനമായി ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒറിഗാനോ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയാണ് സോസിന് വേണ്ടത്. നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. വിനീഗർ ചേർത്തത് കൊണ്ട് 2 ആഴ്ചയെങ്കിലും ഈ സോസ് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വളരെ കുറഞ്ഞ സമയത്തിൽ തന്നെ നമുക്ക് പിസ്സ സോസ് തയ്യാറാക്കിയെടുക്കാം. ബ്രെഡ് പിസ്സ, നോർമൽ പിസ്സ, അങ്ങനെ ഏത് തരം പിസ്സ ഉണ്ടാക്കുമ്പോഴും നമുക്കിത് ഉപയോഗിക്കാം. ഫ്രണ്ട്സ്, നിങ്ങളും ഈ സോസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓക്കെ, അണ്ടിൽ ദെൻ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.